ഗുരുവായൂരപ്പ ശരണം. നിയുക്ത മേൽശാന്തിയാണല്ലോ. അതെ. പ്രത്യേകിച്ചും സന്തോഷം എന്താണെന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉപാസന ചെയ്യുന്ന ഒരു മഹാത്മാവാണ് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി എന്നുള്ളതുകൊണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത് ഭാഗവതം വായിക്കുന്നവർക്ക് അവിടുത്തെ വക എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടോ? അതാണ് ഞങ്ങൾ അതെല്ലാവർക്കും ഉപകാരമായിരിക്കും. ഭാഗവതം വായനെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കാണാറുള്ളത് ഭാഗവതം ഗ്രന്ഥരൂപത്തിലുള്ള കൃഷ്ണനും ഗുരുവായൂരപ്പൻ വിഗ്രഹരൂപത്തിലുള്ള ഭാഗവതവും രണ്ടും ഒന്നാണ്, വേറെയല്ല. നമുക്ക് ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണയേവഹി, ഭാഗവതം നമുക്ക് അതാണല്ലോ പ്രമാണം. അപ്പോൾ ആ ശ്രീകൃഷ്ണൻ നമ്മളുടെ മുമ്പിൽ ഭാഗവതം സേവിക്കുക എന്ന് പറയുന്നതും കൃഷ്ണനെ സേവിക്കുക എന്ന് പറയുന്നതും ഒന്ന് തന്നെ. അത് തന്നെ ആയിരിക്കും ഇങ്ങനൊരു നിയോഗം ഭാഗവതം എനിക്ക് നിശ്ചയിച്ചത്. അത് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഉപാസന തന്നെ ആയിരിക്കും. അത് സംശയമില്ലല്ലോ. കാരണം ഭാഗവതം പറയുന്നത് എന്താണോ അത് നമുക്ക് അനുഭവവേദ്യമാകണത് ഗുരുവായൂർ വരുമ്പോഴാണല്ലോ. ആ എല്ലാ ഒരു കലികാലം കലോജനിഷ്യമാനാനാം ദുഃഖശോക തമോനുദം എന്ന് പറയുമ്പോൾ ഈ കലികാലത്ത് ദുഃഖങ്ങളേറെ അനുഭവിക്കാനുണ്ട് നമുക്ക്. പക്ഷേ ആ ദുഃഖമൊന്നും അനുഭവിക്കാതെ അതിൻ്റെ ഒരു ആനന്ദം അനുഭവിക്കാൻ അതിന് രണ്ട് രൂപങ്ങൾ ഭഗവാൻ എടുത്തു. ഞാൻ പലപ്പോഴും സപ്താഹത്തിൽ പറയാറുള്ളത്, ഈ ഉദ്ധവനെ യാത്രയാക്ക് കഴിഞ്ഞ ശേഷം ഭഗവാൻ തൻ്റെ സ്വർഗാരോഹണം എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ ചെയ്ത കാര്യം തൻ്റെ ശരീരത്തെ രണ്ട് വസ്തുക്കളിലാക്കിയിട്ട് സന്നിവേശിപ്പിച്ചു. ഒന്ന്, എല്ലാവർക്കും വന്ന് കണ്ട് ഭക്തന്മാർക്ക് കൂടാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിലും, ഒന്ന് ഈ ഭാഗവതത്തിൻ്റെ രൂപത്തിലും. അതാണ് എൻ്റെ ഒരു അനുഭവവും ചിന്തയും. പിന്നെ അതിൽ ഭാഗവതത്തിൽ ഏറ്റവും ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഷയമുണ്ട്. അതായത് കഥായമാസ്തേ കഥിതാമഹീയസാം പിതായമാനശേഷ പരയോഷാം എന്നുള്ളത്. അത് മിക്കവാറും ആളുകൾ ഈ കഥകളെയൊക്കെ നിസ്സാരമാക്കി കളയുന്നൊരു സമ്പ്രദായമുണ്ട്. പക്ഷേ അടുത്ത ശ്ലോകം വരുന്ന സമയത്ത് നമുക്കത് എന്താണെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ അതിനെ കണക്കാക്കാതെ ആദ്യം വരുന്ന ശ്ലോകം ദ്വാദശസ്കന്ധത്തിലുണ്ടല്ലോ, അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ കഥകളൊക്കെ നിസ്സാരമാണെന്ന് പറയുന്ന ആളുകൾ, ആചാര്യന്മാർ കൂടിക്കൂടി വരുന്നു. അപ്പോൾ അതിന് ആ വിഷയത്തിൽ എന്താണ് സംസാരിക്കും? എനിക്ക് ഒന്നാമത്തെ കാര്യം എന്താ ചോദിച്ചാൽ, നമ്മളുടെ ഈ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഇതിനൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും അപ്പുറത്തെ ശ്ലോകം ഇപ്പുറത്തെ ശ്ലോകം എന്നത് മാറിയിട്ട് ഒരു ശ്ലോകത്തിലെ തന്നെ അടുത്ത വരിയിൽ എന്താന്ന് പോലും അറിയാത്തവരാണ് പ്രമാണമായിട്ട് ഓരോന്ന് പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് ഒരു കാര്യം ധരിക്കാനുള്ളത് ധരിക്കാതെ അതിനെക്കുറിച്ചുള്ള പല പല അഭിപ്രായങ്ങളും പറയുക. പിന്നെ എന്താ ചോദിച്ചാൽ, ഈ ഭക്തിയുടെ ഒരു ശാസ്ത്രം എന്ന നിലയ്ക്ക് ഭാഗവതത്തിൽ കഥകളായി പറയുന്നത് കഥകളായിട്ട് തന്നെ കേൾക്കണം. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓട്ടൂരമ്പൊരു പറയാറുണ്ടായിരുന്നു അത്രേ, കേട്ട് 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 പാകം വരണ്ടേ. അതെ. ഈ കേട്ട് പാകം വന്നവനാണ് മുക്തിക്ക് അർഹൻ. അതെ. അപ്പോൾ ഈ കേൾക്കാൻ ഇന്ന് ഈ ലോകത്ത് എവിടെ നോക്കിയാലും കഥകളിലൂടെ അല്ലാതെ ആരുടെ മനസ്സ് നന്നായിട്ടുള്ളു. അപ്പോൾ അതുകൊണ്ട് കഥകളായിട്ട് തന്നെ പറയണം, കഥകളായിട്ട് തന്നെ. പിന്നെ അതിനെ നമ്മൾ ഈ യുക്തി വിചാരം നടത്തേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസം എന്നുള്ളത് ഒരിക്കലും യുക്തിക്ക് കിടക്കണ ഒരു കാര്യമല്ല. അതിൽ നമ്മളുടെ ഉറച്ച വിശ്വാസം തന്നെയാണ് വേണ്ടത്. അത് വാസ്തവത്തിൽ ഈ കഥകൾ പറഞ്ഞ് തത്വങ്ങൾ നമുക്ക് സ്വയം അനുഭവത്തിൽ വരേണ്ടതാണ്. അല്ലേ? ആ ഒരു അനുഭൂതി സ്വയം അറിയേണ്ടത്. അത് തന്നെയല്ലേ തത്വത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു. തത്വം വിചാരം ചെയ്യാനുള്ളതാണ്. അതെ.
തത്വം വിചാരം ചെയ്യാനുള്ളതാണ്. വിചാരം ചെയ്യാറാവണം എന്ന് വെച്ചാൽ എന്ത് വേണം? അതിനാദ്യം മനസ്സ് ശുദ്ധമാവണ്ടേ? മനസ്സ് ശുദ്ധമാവണത് എപ്പോഴാ? കഥ കേട്ടാലാണ്. ഈ ഒരു ഇതെടുക്കാതെ തത്വവിചാരം നടത്താൻ പുറപ്പെട്ടാൽ അത് എന്താ പറയുക, യഥാ ഖരശ്ചന്ദന ഭാരവാഹി ഭാരസ്യ വേത്താന്നത് ചന്ദനസ്യ. കഴുത ഭാരം ചുമക്കുന്നു. ആ കഴുതയ്ക്ക് ചുമക്കണ ഭാരം ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ളതാണോ വെളുപ്പിൻ്റെ ദുർഗന്ധമുള്ളതാണോ എന്നറിയാത്ത അവസ്ഥയാവും ഇപ്പോഴത്തെ. അത് ഞാൻ പറയുമ്പോൾ ഈ തത്വവിചാരത്തിനെ ഇങ്ങനെ മുറുകെ പിടിച്ച് പോകുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവരും യുക്തിവാദികൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചാൻസ് ഉണ്ട് എന്നാണ് തോന്നാറുള്ളത്. അങ്ങനെ അതൊന്ന് ക്ലിയർ. അതായത് അത് വലിയൊരു ഭാഗ്യമാണ് ശരിക്കും. ഗുരുവായൂരപ്പനെ അത്രയും ആഗ്രഹിച്ച ഒരാള്, അത് ഗുരുവായൂരപ്പനും വിചാരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരാള്, ഇങ്ങനെ ഭാഗവതം വായിക്കുന്ന ഒരാചാര്യൻ ഇവിടെ എൻ്റെ മേൽശാന്തിയായിട്ട് വരട്ടെ എന്നൊരു പക്ഷേ ഗുരുവായൂരപ്പൻ സങ്കല്പിച്ചിട്ടുണ്ടായിരിക്കാം. ആ കാര്യത്തിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ഏകദേശം 40 വർഷമായിട്ട് 38 വർഷമായിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഭാഗവതം ഉപാസന ചെയ്യാന്നുള്ളത്. തട്ടേറുണ്ട് ഒരുപാടാണ് എന്നെ ഉപദേശം തന്നിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഭാഗവതം വായിക്കണം പറഞ്ഞിരിക്കണത്. ആദ്യം 18 തവണ വായിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സപ്താഹം എന്നുള്ളത് മനസ്സിൽ വിചാരിക്കാവൂ എന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അന്നൊക്കെ അത്രയും തീവ്രമായ ഉപാസന ഉപാസന ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉപാസന ഇല്ല. ഇന്ന് വെറുതെ ഇങ്ങനെ പറയുക അത്രയേ ഉള്ളൂ. ഒരു പക്ഷേ നമുക്ക് ആ ശ്ലോകങ്ങൾ പോലും വേണ്ട വിധത്തിൽ വായിക്കാനും വ്യാഖ്യാനിക്കാനും അറിയാത്തവർ ഈ ഫീൽഡിൽ വരുമ്പോൾ ശരിക്കും ഒരു മൂല്യച്യുതി അല്ലേ വരുന്നത്? അതെന്താ? അല്ല, അതെന്താ ചോദിച്ചാൽ എല്ലാ രംഗത്തും ഉള്ള മൂല്യച്യുതി ഭാഗവത രംഗത്തും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ വയ്യ. പക്ഷേ അവിടെ എന്താ വരുന്നൊരു കാര്യം എന്താ ചോദിച്ചാൽ, ഞാനൊരിക്കൽ ഒരാളോട് പറഞ്ഞു ഭാഗവതം വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സപ്താഹത്തിന് പോകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനതിനെ ഒന്നും കൂടി ക്ലിയറാക്കാൻ വേണ്ടി അയാളോട് പറഞ്ഞു, ഞാൻ സപ്താഹത്തിന് പോകാറുണ്ടോ എന്നല്ല ചോദിച്ചത്, എല്ലാ ദിവസവും വായിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം ഇതൊരു ചെറിയ കുട്ടിയാണ്, ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്നൊരു ഭാഗവത ആചാര്യനാണ്. അപ്പോൾ അയാളുടെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാക്കിന് അർത്ഥം മനസ്സിലായോ? ഭാഗവതം വായിക്കാറുണ്ടോ? അപ്പോൾ ഭാഗവതം എന്ന് പറയുന്നത് അതൊരു ഉപാസനയായിട്ടാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് ഭാഗവതം ഉപദേശിച്ച മുത്തശ്ശൻ ഒരു വേദിയിൽ പോലും ഭാഗവത സപ്താഹം നടത്തിയിട്ടില്ല, നടത്തണം എന്നൊട്ട് അദ്ദേഹം വിചാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശൻ്റെ ഒരു പതിവായിരുന്നു 2 അധ്യായം ഭാഗവതം വായിക്കുക. കുട്ടികളായ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനും പറയാൻ പറ്റിയ കഥകളാണ്, കുട്ടികളായ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയ കഥകളാണ് അന്ന് വായിച്ചത് വിചാരിച്ചാൽ അതങ്ങനെ ഇരുന്ന് പറയും. അപ്പോൾ ഭാഗവതം സത്യം പറഞ്ഞാൽ ഇന്ന് വലിയൊരു സങ്കടം തോന്നുന്നത് അതാ, ഇതൊരു ഉപാസനയ്ക്കുള്ളൊരു ഗ്രന്ഥമാണെന്ന് പോലും അറിയുന്നില്ല. അത് മറന്നുപോയൊരവസ്ഥയാണ് ഇപ്പോൾ ഭാഗവതം. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ കുട്ടിക്കാലത്ത് ഇവിടെ വരുന്ന സമയത്ത് ഓരോ തൂണിൻ്റെ ചുവട്ടിലും മറ്റൊക്കെ ആയിട്ട് ഭാഗവതം ഇങ്ങനെ വായിക്കണ ആൾക്കാരെ ധാരാളം ഗുരുവായൂരിൽ മാതലകത്ത് കണ്ടിരുന്നു. അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓരോ ഉത്തരകോട്ടിൽ തപ്പിക്കഴിഞ്ഞാൽ ഒരു ഭാഗവതം കിട്ടുന്നു. അപ്പൊ അവിടെ ഇരുന്നിട്ട് എല്ലാവരും വാതിൽമാടത്തിലിരുന്ന് എപ്പോഴും ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കും ആളുകളെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ അതില്ലാതെയായി, ആ ഒരു ഉപാസന തന്നെ ഇല്ലാതെ. പിന്നെ ഇതില് ഇപ്പൊ ഈ നേരത്തെ ചോദിച്ച തത്വവിചാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്. മുത്തശ്ശൻ ആരോ ഇവിടെ കൂത്തമ്പലത്തില് വാഴകുന്നത്തിൻ്റെ 3 മണി നേരത്തുള്ള പ്രഭാഷണം കേൾക്കാനിരിക്കുകയാണത്രേ. ആ സമയത്ത് യാദൃച്ഛികമായി പണ്ഡിതനായ പരീക്ഷിത്ത് തമ്പുരാൻ അവിടെ കയറി വന്നു. അപ്പോൾ വേദസ്തുതിയാണ് അന്ന് ഇദ്ദേഹം
പ്രസംഗിക്കുന്നത് ശ്രുതിഗീതയാണ്. അദ്ദേഹം അതിരസമായിട്ട് അതിൽ ആ വേദസ്തുതി ഒരു ഭക്തന്റെ ആനന്ദത്തെ വളർത്താൻ അതിന് പാകത്തിൽ ആ നാമമഹിമയൊക്കെ ആയിട്ട് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷിത്ത് തമ്പുരാൻ കയറി വന്നതോടുകൂടി ഈ പ്രഭാഷണത്തിന്റെ രീതി ഒന്ന് അദ്ദേഹം മാറ്റി. അതെ അതെ ആ അദ്ദേഹം മഹാപണ്ഡിതനാണ്, പരമഭക്തനാണ്. അപ്പോൾ ആ പരീക്ഷിത്ത് തമ്പുരാൻ വന്നപ്പോൾ ഇദ്ദേഹം കുറച്ചൊരു വേദാന്തത്തിൻ്റെ ശൈലികളൊക്കെ വെച്ചുകൊണ്ട് പ്രഭാഷണം തുടങ്ങി. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പരീക്ഷിത്ത് തമ്പുരാൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ വാഴകൊന്നും ഇത് കഴിഞ്ഞ് പരീക്ഷിത്ത് തമ്പുരാനോട് ചോദിച്ചു, ഇത്രേ എന്തേ എൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ നിന്ന് പ്രഭാഷണത്തിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ പെട്ടെന്ന് പോയില്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞത്രേ, ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങ് ഭാഗവതം പ്രഭാഷണം നടത്തുന്നതും അത് കേട്ട് ആ സാധാരണക്കാരായ ആൾക്കാരെ ആനന്ദിക്കുന്നതും ഞാൻ കണ്ടിരുന്നു. ആ രീതി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അങ്ങ് മാറ്റിയപ്പോൾ ആ ആനന്ദത്തിന് ഞാനൊരു തടസ്സക്കാരനായോ? എൻ്റെ മുമ്പിൽ ഒരു പാണ്ഡിത്യം അങ്ങ് പ്രകടിപ്പിക്കണമെന്ന് വിചാരിച്ച ആനന്ദത്തിന് തടസ്സമായോ? അപ്പം അവരുടെ ആനന്ദത്തെ കൊല്ലണോ ഇല്ലാതെയാക്കണ ഒരാളായിട്ട് ഞാൻ വന്ന വയ്യ. അതുകൊണ്ട് ആ രസത്തിൽ തന്നെ പറയണം. ഗുരുവായൂരപ്പൻ്റെ കഥ അങ്ങ് എങ്ങനെയാണോ സ്വതസിദ്ധമായിട്ടാണ് പറഞ്ഞ് അതിന് ഞാൻ അവിടെ ഒരു തടസ്സം അവരുടെ വിചാരിച്ച് ഇറങ്ങിപ്പോകുന്നതാണ്. അത് ബ്രഹ്മാവ് തന്നെ ഈ 3 തവണ എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ചിട്ട് അവസാനം പറഞ്ഞത് എന്താണ്? ഈ കഥ ഭഗവാന്റെ കഥകളിൽ കൂടെ വരുന്ന ആനന്ദം മനസ്സ് ശുദ്ധീകരിക്കാൻ വേറെ ഒന്നിനും സാധിക്കില്ല എന്നുള്ളതാണ്. എനിക്കിതേപോലെ ശ്രുതിഗീതയിൽ വല്ലാത്ത സംശയം ഉണ്ടായിരുന്നു. ഒരുപാട് തവണ വായിച്ചു, ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. അവസാനം ഞാൻ ഗുരുനാഥനോട് ചോദിച്ചു, അത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവണില്ല. പറഞ്ഞു, ഒന്നും വിഷമിക്കാനില്ല, എല്ലാം കൃഷ്ണനെ അങ്ങോട്ട് ചേർത്തോളൂ. എല്ലാ ശ്ലോകത്തിൻ്റെ അവസാനത്തിലും ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾ ചിന്തിച്ചോളൂ, എന്നാൽ എല്ലാം മനസ്സിലാവുമെന്ന് പറഞ്ഞതുപോലെ അത് വളരെയധികം നമുക്ക് രസകരമായിട്ട് തോന്നി. പിന്നെ അതുവരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇത് വളരെ രസമായിട്ട് തോന്നി. പിന്നെ അങ്ങനൊരു എന്നെ അച്ഛൻ ഭാഗവത ഉപാസന ചെയ്യുന്ന ആളായിരുന്നു. 18 വർഷം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് മണ്ഡപത്തിലിരുന്ന്, അച്ഛന് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ പുൽപ്പാക്കര അവരുടെ ശിഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പം അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മണ്ഡപത്തിലിരുന്ന് വേറെ എവിടെയും അദ്ദേഹം പോയിട്ടില്ല, സപ്താഹവും നടത്തിയിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ആ മണ്ഡപത്തിലിരുന്ന് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ഇരുന്നിട്ട് ഭാഗവതം 18 വർഷം മുടങ്ങാതെ ഉപാസന ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് അച്ഛൻ വിവാഹം കഴിച്ചതും. പിന്നെ ഞങ്ങൾ 6 പേരാണ്. പിന്നെ ഞാൻ 6ാമത്തെയാണ്. എനിക്ക് 1 വയസ്സായപ്പോഴേക്ക് അച്ഛൻ മരിച്ചു. അങ്ങനെ 57ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. ആ സമയത്ത് തട്ടയൂരായി ഗുരുവായൂരുണ്ടായിരുന്ന സമയത്ത് തട്ടയൂർ ഗുരുനാഥനായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തട്ടയൂർ ഗുരുനാഥൻ എനിക്ക് അനുഗ്രഹമായിട്ട് കിട്ടിയത്. 10-12 വർഷത്തിന് ശേഷം തട്ടയൂരമ്പൂര്. അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഭാഗവത ഉപദേശം മുത്തശ്ശൻ നൽകിയെങ്കിലും അത് കഴിഞ്ഞ് ഞാനും മറ്റ് ചില ആൾക്കാരൊക്കെ എന്നോട് വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ പറയുണ്ടായി, തട്ടയൂരമ്പൂരുടെയും തോട്ടത്തിൻ്റെയും പ്രഭാഷണം ഭാഗവതത്തിലേക്ക് നമ്മളുടെ ഇത് ജനിപ്പിച്ചതൊരു വലിയൊരു ഘടകമായിട്ട് തന്നെ തോന്നാറുണ്ട്. അതൊരു കാലഘട്ടമായിരുന്നു ഗുരുവായൂരെ ഒരു വസന്തകാലം എന്നൊക്കെ പറഞ്ഞില്ലേ. ഓട്ടൂരവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അത്ര ഓർമ്മയില്ല. തട്ടയൂരമ്പൂരുടെയൊക്കെ പലപ്പോഴും അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. അതൊക്കെ അവര് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണന്റെ ലീലകളിലേക്ക് നമ്മളെല്ലാവരെയും മനസ്സിലുണ്ട് ലയിപ്പിക്കും. അങ്ങനെയായിരുന്നു, വല്ലാത്തൊരു അതായിരുന്നു. എത്ര മണിക്കൂർ ഇരുന്നാലും നമ്മളത് അറിയില്ല. അതായിരുന്നു ഒരു ബേസ് അത് തന്നെയാണ്. പിന്നെ കൂട്ടത്തിൽ നമുക്ക് ഹരേകൃഷ്ണയുടെ ആ ഒരു ഇതും കൂടി കിട്ടി, ആ മന്ത്രദീക്ഷയും കൂടി കിട്ടി. അപ്പോൾ ഒന്നുകൂടി അത് സ്ട്രോങ് ആക്കാൻ സാധിച്ചു. അതുകൊണ്ട്
കൃഷ്ണൻ സുപ്രീം ആണെന്നുള്ളത് അത് തന്നെയാണ് ഗുരുവായൂരപ്പൻ. ആ നിലയിൽ നമുക്ക് നാമം ജപിക്കാനും ഗുരുവായൂരപ്പനെ സേവിക്കാനും സാധിക്കുന്നു. അപ്പം എന്തായാലും അത് വളരെയധികം സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിന്. ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് ഉപാസന ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തന്നാലും വളരെയധികം സന്തോഷം. നിർദ്ദേശങ്ങളൊക്കെ ഗുരുവായൂരപ്പനെ തരാനുള്ളൂ, നമ്മളങ്ങനെ അതിനൊരു നിമിത്തമാവട്ടെ. ശരി.